AP ഉണ്ണികൃഷ്ണൻ സ്വന്തം മകനെ പോലെ കൊണ്ടു നടന്ന യാസീൻ ഉണ്ണിയേട്ടന്റെ മകൾ അഡ്വക്കേറ്റ് സ്മിജി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയപ്പോൾ സ്വന്തം സഹോദരനെ പോലെ ഡ്രൈവറായി കൂടെയുണ്ട്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി അഡ്വക്കേറ്റ് സ്മിജിക്ക് പാർട്ടി ഡ്രൈവറായി നൽകിയത് യാസീനെയാണ്. താൻ വൈസ് പ്രസിഡന്റായ ഉടൻ തന്നെ ആദ്യം ആവശ്യപ്പെട്ടത് സാദിഖ് അലി തങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും തനിക്ക് ഡ്രൈവറായി യാസീനെ നൽകണമെന്നാണ്. ഉടൻ തന്നെ അവരത് അംഗീകരിക്കുകയും ചെയ്തു എന്ന് സ്മിജി പറയുന്നു. അതായത് ഉണ്ണികൃഷ്ണേട്ടൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന കാറ്, അതേ കാറിൽ വൈസ് പ്രസിഡന്റായപ്പോൾ ഉണ്ണികൃഷ്ണേട്ടൻ്റെ മകള് സ്മിജി കയറിയെന്നു അതിൽ യാത്ര ചെയ്യുന്നു. ഉണ്ണീഷേട്ടൻ്റെ കാലത്ത് കൂടെ ഉണ്ടായിരുന്ന അതേ ഡ്രൈവർ ഒരു അന്നത്തെ കാലത്ത് ഉണ്ണീഷേട്ടൻ്റെ മകനെ പോലെ ഉണ്ണീഷേട്ടൻ നോക്കിയിരുന്ന ഡ്രൈവർ ഇപ്പോൾ ഒരു സഹോദരനെ പോലെ സ്മിജിയുടെ കൂടെ ഉണ്ട് അല്ലേ? അതെ. എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? വളരെ സന്തോഷമാണ്. കാരണം അന്ന് മുതലേ കൂടെ ഉണ്ടായിരുന്ന പല മെമ്പേഴ്സും ഇന്ന് ജില്ലാ പഞ്ചായത്തിലുണ്ട്. സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും അച്ഛൻ്റേതാണെന്ന് നമ്മൾ പറയാം. അത് തന്നെയാണ്. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു സഹോദരൻ്റെ തുല്യനെ പോലെ എല്ലായിടങ്ങളിലും എൻ്റെ കൂടെ പലരെയും എനിക്ക് പരിചയപ്പെടുത്തി തരുന്നതും എന്നെ ഒരു അനിയത്തി എന്ന പോലെയാണ് അവൻ കാണുന്നത്. ആ ഒരു സന്തോഷവും സ്നേഹവും ഉണ്ട്. അതെ, അച്ഛൻ്റെ അതേ കാറ്, അച്ഛൻ്റെ അതേ ഡ്രൈവർ എന്ന് വെച്ചാൽ ഒരു മകനാണ് യാസീൻ. അച്ഛൻ എപ്പോഴും എവിടെ പോവാണെങ്കിലും യാസീനെ എന്നൊരു വിളി വിളിച്ചാൽ ആ ഒരു വിളിപ്പുറത്തെന്നും യാസീനുണ്ടാവും. അതുപോലെ ഇപ്പോഴാണെങ്കിലും യാസീനെ വാന്ന് പറഞ്ഞാൽ ദേ വരണു എന്ന് പറഞ്ഞാണ് യാസീൻ എപ്പോഴും കൂടെ ഉണ്ടാവുക. ഒരുപാട് സന്തോഷമാണ്, അതിലുപരി സങ്കടമുണ്ട്. എങ്കിൽ കൂടി അച്ഛനൊരു പ്രസിഡൻ്റ് ആയ സമയത്ത് ഉപയോഗിച്ചൊരു വാഹനം അത് വൈസ് പ്രസിഡൻ്റ് ആയ സമയത്തേക്ക് എന്നിലെത്തി. എല്ലാം ഒരു നിമിത്തമാണ്. ഈ ഒരു മത്സരത്തേക്ക് എത്തിയതും മെമ്പറായതും ഇപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആയതും എല്ലാം പാർട്ടി തന്ന നമുക്കൊരു സ്നേഹം കൂടെയാണിത്. ആ ഒരു ബന്ധമാണ് ഇന്ന് മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ ഇനി അതിനൊരു ആവശ്യമില്ല. കാരണം തങ്ങളും അതുപോലെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകരും ഒരുപാട് സഹോദരന്മാരുമാണ് ഇന്നീ നിലയിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുപോലെ തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് എനിക്ക് യാസീനെ തന്നെ ഡ്രൈവറായിട്ട് വേണമെന്ന്. അപ്പോൾ എനിക്ക് തങ്ങൾ പറഞ്ഞു യാസീനെ വേണമെങ്കിൽ യാസീനെ തന്നെ ആയിക്കോട്ടെ, അതിനൊരു ബുദ്ധിമുട്ടില്ല, എന്താണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ, ആ രീതിക്ക് നമുക്ക് ചെയ്തു തരാമെന്ന്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ആവശ്യം യാസീനായിരുന്നു. അതെനിക്ക് കിട്ടി, അതിലേറെ സന്തോഷം. എന്നാൽ ഉണ്ണിയേട്ടന്റെ മകൾക്കൊപ്പം ഡ്രൈവറായി കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും സ്മിജി വണ്ടിയിലിരിക്കുമ്പോൾ ഉണ്ണിയേട്ടനെയാണ് ഓർമ്മ വരുന്നതെന്നും ഉണ്ണിയേട്ടനെ പോലെയാണ് മകളെന്നും യാസീൻ പറയുന്നു. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ മുമ്പിലിരുത്തി ജില്ല മുഴുവൻ കൊണ്ടുപോയി. ഇപ്പം മകളെ മുമ്പിലിരുത്തി ജില്ല മുഴുവൻ കൊണ്ടുപോകും. എന്താണ് യാസീന് ഉണ്ണീഷേട്ടനെ ഓർമ്മ വരുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ് അത്? ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വൈസ് പ്രസിഡൻറ്റ് ഇപ്പോൾ സ്മിജി ആയാലും അച്ഛനായാലും രണ്ടാളും ഒരുപോലെയാണ്, മാറ്റമൊന്നുമില്ല. രണ്ടാൾക്കും ഉണ്ണിയേട്ടൻ എന്ത് കണ്ടാലും സാക്ഷിക്കാനും നല്ലത് പറയാനുള്ളൊരു ഇതുള്ള, അതേപോലെ തന്നെ മകളും നല്ലതാണ്, അച്ഛനെ പോലെ തന്നെയാണ്. ഈ വണ്ടി കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. ഇനി വണ്ടി കിട്ടിയപ്പോൾ ഉണ്ണിയേട്ടനെ ഓർമ്മ വരും. അതേമാതിരി വണ്ടിയിൽ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഓർമ്മ വരും. യാസിൻ്റെ വണ്ടി എടുക്കുമെന്ന് പറയുമ്പോൾ ഉണ്ണിയേട്ടൻ അതേപോലെ തന്നെ ആയിരുന്നു. അതേമാതിരി പാണക്കാടൊക്കെ പോകുമ്പോൾ കുഞ്ഞാപ്പാൻ്റെ വീട് ഫസ്റ്റ് കുഞ്ഞാപ്പാൻ്റെ വീട് കഴിഞ്ഞിട്ടാണല്ലോ സാദിഖ് തങ്ങളുടെ വീടൊക്കെ വരുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടൻ അടുത്തുമ്പോൾ പുറത്ത് വലിയ തുടക്കം അടിക്കും അവിടെ പോകാൻ. അതേമാതിരി മകളെടുത്തുമ്പോൾ പറയും കുഞ്ഞാപ്പാന അവിടെ പോട്ടെ. മകളും ഉണ്ണിയേട്ടൻ അതേ പാതയിൽ തന്നെയാണ്. പാണക്കാടും കുഞ്ഞാപ്പയും ആയിട്ടൊക്കെ ഉള്ള നല്ല ബന്ധമായിട്ട് അച്ഛനും അതുപോലെ സന്തോഷം ഉണ്ടെങ്കിലും സംഘടനയിൽ ഫസ്റ്റ് പാണക്കാടാണ് പോകാറ്. മകളും അതുപോലെ തന്നെ. ഇപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ അന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. 2 മണിക്ക് ഞങ്ങൾക്ക് മലപ്പുറത്തൊരു പരിപാടി ഉണ്ടായി. അപ്പോൾ പരിപാടി അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വൈകുമെന്ന് പറയാൻ. അപ്പോൾ എന്താ വെച്ചാൽ വണ്ടി കൊണ്ട് പാണക്കാട് പോയിട്ട് ഈ പരിപാടിക്ക് പോയാൽ മതി എന്നുള്ള. അപ്പോൾ ഈ സന്തോഷം ഫസ്റ്റ് പാണക്കാട് പോയി അറിയിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.